അതിനോടുള്ള പല കുട്ടികളും മൂക്കിലൂടെയാണ് ശ്വാസം വലിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു ബ്രീത്ത് ത്രൂ മൗത്ത്. നോസിലൊരു തടസ്സമുള്ളത് കൊണ്ട് അവർ നോസ് പ്രിഫർ ചെയ്യാതെ മൗത്തിലൂടെ ശ്വാസം വലിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്, പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കാം. പല്ലുകൊണ്ടല്ല, ലിപ്പ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ട് അവരോട് റൂം ചുറ്റും നടക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു ഭിത്തിനോട് ചേർന്നിട്ട് ഇങ്ങനെ നടക്കാൻ പറയാം. ഫസ്റ്റ് എക്സസൈസ്. സെക്കൻഡ് എക്സസൈസിൽ നമ്മളൊരു സ്ട്രോ എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഊതി ബബിൾസ് വരുത്താൻ പറയാം. ഇതൊരു സെക്കൻഡ് എക്സസൈസാണ്. തേർഡായിട്ട് നമുക്ക് ബലൂൺ വീർപ്പിക്കാൻ പറയാം. ആൻഡ് ലൈക്ക് പ്രാണായാമയിൽ നമുക്ക് മുദ്രകളുണ്ട്. ആ മുദ്രനെ പറ്റി ഒന്നും ബോധേഡാവണ്ട. ജസ്റ്റ് ഈ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ഇതിലൂടെ പുറത്തേക്ക് വിടാം. ഇതിൽ കൂടെ വലിക്കുക, ഇതിൽ കൂടെ പുറത്തേക്ക് വിടാം. റൈറ്റും ലെഫ്റ്റും ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ചെയ്യുക. ഇനി എത്ര തവണ ചെയ്യണം? ഇത് 10 വീതം 4 നേരം അങ്ങനത്തെ ഒരു കണക്കല്ല ഇതിന് കൊടുക്കുന്നത്. നമ്മളിതൊരു ഹാബിറ്റ് ആക്കാൻ ശ്രമിക്കുകയാണ്. സോ വെറുതെ കാറിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എണീറ്റ ഉടനെ തന്നെ ഇനി കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ കുട്ടിക്ക് കൊടുത്താൽ കുട്ടി ചെയ്യുമെങ്കിൽ രാവിലെയും രാത്രിയും ഉറങ്ങണതിന് മുന്നും ഉറങ്ങി എണീക്കുമ്പോഴും ഇതൊന്ന് ചെയ്യാൻ പറയാം. ഓക്കെ.